തിരിച്ചടയ്ക്കാൻ കൊണ്ടുവന്ന സിപിഎമ്മിന്റെ 1 കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തു. ബാങ്ക് ഓഫ് ഇന്ത്യ തൃശൂർ MG റോഡ് ശാഖയിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന തുകയാണ് പിടിച്ചെടുത്തത്. ആദായ നികുതി വകുപ്പ് സിപിഎം ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ മൊഴിയെടുത്തു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവം പോലീസിനെതിരെ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം. ദേവസ്വങ്ങൾക്കെതിരെ സിപിഎം കൌൺസിലർ നടത്തിയ പരാമർശം ബഹളത്തിനിടയാക്കി. കൊടും ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നതിനാൽ ജില്ലയിൽ യെല്ലോ അലർട്ട്. അന്തിക്കാട് ബൈക്ക് യാത്രികന് സൂര്യതാപമേറ്റു. കുരിയച്ചിറ മേഖലയിലെ ഈച്ച ശല്യം. കോർപ്പറേഷൻ കൌൺസിലർമാർ കുത്തിയിരിപ്പ് സമരം നടത്തി. ഈച്ച ശല്യം തടയാൻ അടിയന്തര നടപടിയെടുക്കുമെന്ന് മേയർ. SSLC പരീക്ഷാഫലം മെയ് 8-നും ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 9-നും പ്രഖ്യാപിക്കും. SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ 11 ദിവസം മുൻപ്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ഭക്തിസാന്ദ്രം. ക്ഷേത്രഗോപുരം വിട്ട് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി. ആറാട്ടിലെ ചാലക്കുടി പുഴയിലെ കൂടപ്പുഴ കടവ് ഒരുങ്ങി. കാനാടിയിൽ നിന്ന് കാണാതായ യുവതിയെയും 1.5 വയസ്സുകാരിയായ മകളെയും കനോലി കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്തിക്കാട് കല്ലിടവഴി സ്വദേശി കൃഷ്ണപ്രിയ, മകൾ പൂജിത എന്നിവരാണ് മരിച്ചത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. ബാങ്കിൽ തിരിച്ചടയ്ക്കാൻ കൊണ്ടുവന്ന സിപിഎമ്മിന്റെ 1 കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തു. ബാങ്ക് ഓഫ് ഇന്ത്യ തൃശൂർ MG റോഡ് ശാഖയിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന തുകയാണ് ആദായ നികുതി വകുപ്പ് അപ്രതീക്ഷിത നീക്കത്തിൽ പിടിച്ചെടുത്തത്. തുക കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പ് സിപിഎം ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ മൊഴിയെടുത്തു. പണത്തിന്റെ ഉറവിടം കാണിക്കാൻ ആദായ നികുതി വകുപ്പ് MM വർഗീസിനോട് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം സിപിഎം പിൻവലിച്ച 1 കോടി രൂപയാണ് ബാങ്കിൽ തിരിച്ച് നിക്ഷേപിക്കാൻ ശ്രമിച്ചത്. നേരത്തെ പിൻവലിച്ച തുകയുടെ സീരിയൽ നമ്പറുകൾ ആദായ നികുതി വകുപ്പ് പരിശോധിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ ഈ അക്കൌണ്ട് ബോധിപ്പിച്ചിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തുക തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സിപിഎം ജില്ലാ സെക്രട്ടറി MM വർഗീസ് ബാങ്കിലെത്തി ചർച്ച നടത്തിയിരുന്നു. പണം എത്തിച്ച വിവരം ബാങ്ക് അധികൃതർ ആദായ നികുതി വകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി പണം പിടിച്ചെടുക്കുകയായിരുന്നു. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ED ഓഫീസിൽ ഹാജരാകില്ല. ബുധനാഴ്ച തൊഴിലാളി ദിനമായതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് വർഗീസ് ED അറിയിച്ചു. കഴിഞ്ഞ ദിവസം 9 മണിക്കൂറോളം MM വർഗീസിനെ ED ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷമാണ് ബുധനാഴ്ച വീണ്ടും ഹാജരാകാൻ MM വർഗീസിന് ED നോട്ടീസ് നൽകിയത്. കരുവന്നൂർ കേസിൽ 5 തവണയാണ് സിപിഎം ജില്ലാ സെക്രട്ടറിയെ ED ചോദ്യം ചെയ്തത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം. തൃശൂർ പൂരത്തിന്റെ ശോഭ കെടുത്തുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് BJP പാർലമെന്ററി പാർട്ടി ലീഡർ വിനോദ് പൊള്ളാഞ്ചേരി ചൂണ്ടിക്കാട്ടി. പോലീസ് രാജാണ് തൃശൂരിൽ നടപ്പിലാക്കിയത്. പോലീസിന്റെ നടപടി തൃശൂരിന് നാണക്കേടാണെന്ന് വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞു. തൃശൂർ പൂരം കലക്കിയ സിറ്റി പോലീസ് കമ്മീഷണറെ മാറ്റി ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ ആവശ്യപ്പെട്ടു. കമ്മീഷണർക്കെതിരെ കൌൺസിൽ പ്രമേയം പാസാക്കണമെന്നും ജയപ്രകാശ് പൂവത്തിങ്കൽ ആവശ്യപ്പെട്ടു. പോലീസിന്റെ ഭാഗത്തുനിന്ന് വൻ വീഴ്ചയാണ് ഉണ്ടായതെന്നും ജനപ്രതിനിധിയായ തന്നെ ACP തള്ളിമാറ്റിയെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുകേഷ് കൂളപ്പറമ്പിൽ പറഞ്ഞു. അതിനിടെ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ദേവസ്വങ്ങളിലെ ചിലർക്കും പങ്കുണ്ടെന്ന CPM കൌൺസിലർ രാഹുലിന്റെ പരാമർശം ബഹളത്തിനിടയാക്കി. പരാമർശം പിൻവലിക്കണമെന്ന് കോൺഗ്രസ് BJP കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൌൺസിലർമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പൂരം തടസ്സപ്പെട്ടതിനെ ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്താൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു. പൂരം പ്രതിസന്ധിയിലാകാൻ കാരണം ദേവസ്വങ്ങളുടെ പിഴവാണെന്ന് CPM കൌൺസിലറുടെ പരാമർശം കൌൺസിലിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് കൌൺസിലർ ജോൺ ഡാനിയേൽ പറഞ്ഞു. തൃശൂർ ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഉയർന്ന താപനില സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. വെള്ളാനിക്കരയിൽ കഴിഞ്ഞ ദിവസം 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു. സൂര്യതാപ സാധ്യത കണക്കിലെടുത്ത് പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്.
സംസ്ഥാനത്ത് ജോലി സമയം പുനഃക്രമീകരിച്ചത് മെയ് 15 വരെ നീട്ടി. വേനൽ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ക്ഷേത്രങ്ങളിലെ ശീവേലി അടക്കമുള്ള ചടങ്ങുകളുടെ സമയം തന്ത്രിയുടെ ക്രമീകരിക്കുന്നതിന് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർമാരെ ചുമതലപ്പെടുത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു ഉത്തരവിട്ടു. അതേസമയം സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നതിനിടെ സംസ്ഥാനം വൈദ്യുതി ലോഡ് ഷെഡിംഗിലേക്ക്. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലേക്ക് കടന്നതോടെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തണമെന്ന് KSEB ആവശ്യപ്പെട്ടു. മെയ് 2 ചേരുന്ന ഉന്നതതല യോഗത്തിന് ശേഷം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. ബൈക്ക് യാത്രയ്ക്കിടെ അന്തിക്കാട് സ്വദേശിക്ക് സൂര്യതാപമേറ്റു. അന്തിക്കാട് പോലീസ് സ്റ്റേഷന് സമീപം കോഴിപ്പറമ്പിൽ ദീപകിനാണ് സൂര്യതാപമേറ്റത്. LIC ഏജന്റായ ദീപക് പുത്തൻപീടികയിൽ നിന്ന് അന്തിക്കാട്ടേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് സൂര്യതാപമേറ്റത്. ഉടനെ ഡോക്ടറെ കണ്ട് ചികിത്സ തേടി. കൊടും ചൂടിൽ വലഞ്ഞ് യാത്രക്കാർ. ജില്ലയിൽ ഉഷ്ണതരംഗം തുടരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. തൃശൂർ ചുട്ടുപൊള്ളുകയാണ്. താപനില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങളോട് തന്നെ ചോദിക്കാം, ചൂട് എങ്ങനെയുണ്ട്? ചൂട് ഗംഭീര ചൂടാ, ഒരു രക്ഷയില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം കണ്ടില്ലേ, ചൂട് കാരണം കൈ ഉച്ച തിരിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. AC ഇല്ലാണ്ട് കിടക്കാൻ പറ്റില്ല. കറണ്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ കറണ്ട് കട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു 10 മിനിറ്റ് വീതം കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. രാത്രി പകൽ ഒരേപോലെ ചൂട്. ഈ പകലത്തെ ചൂട് മുഴുവൻ പഴുത്ത് കിടക്കാണ്. രാത്രി ആകുമ്പോൾ ആവി വരും. ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റില്ല. പഴം പുഴുങ്ങാൻ വെച്ച പോലെ ഉണ്ട്. എണീക്കുമ്പോൾ വെള്ളം ഒരു മേലുകൂടെ വെച്ചിട്ട് കിടന്നുറങ്ങും. 40 തൃശ്ശൂർ കാണിക്കുന്നത്. ഇപ്പോൾ അന്തരീക്ഷം നോക്കുകയാണെങ്കിൽ നമ്മൾ കാലത്ത് മുതൽ വൈകിട്ട് വരെ ഏതെങ്കിലും മാളിൽ ചെന്നിരിക്കാനാണ് തോന്നണേ. ഇപ്പോൾ ഒരു കുപ്പി 2 കുപ്പിയൊക്കെ കഴിക്കുന്ന വെള്ളം ഒരു 3-4 കുപ്പി വാങ്ങി കഴിക്കേണ്ട ഗതികേട് വരാം. കുട്ടികളൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയും കൂടി ഉണ്ട് ഈ ചൂട് കാരണം. ഇപ്പോൾ കഴിഞ്ഞ വർഷം എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇപ്പോൾ പറ്റേയില്ല. അത്രയും ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇന്നത്തെ അവസ്ഥ നോക്കണമെങ്കിൽ അകത്തും നല്ല ചൂടുണ്ട്, പുറത്തും നല്ല ചൂടുണ്ട്. ഇപ്പോൾ പിന്നെ ഇതേ ഒരു മഴക്കാരൻ്റെ ഒന്നാണ് ഇപ്പോൾ ഒരു ചൂട് കുറഞ്ഞിട്ട്. ഉള്ളിട്ട് വയ്യ, എവിടെയെങ്കിലും ഒന്ന് പോയിരുന്നാൽ മതിയെന്ന്. ഇപ്പോഴാണെങ്കിൽ കറണ്ട് ഏത് സമയം പോയിക്കൊണ്ടിരിക്കുക, അത് കാരണം ഉറങ്ങാനൊന്നും പറ്റില്ല. ചൂട് ഇത്തിരി കഷ്ടമാണ്. വെള്ളമില്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. കറണ്ട് ഇടയ്ക്ക് പോകാറുണ്ട്, പിന്നെ അവിടെ കിടന്ന വെള്ളമാവും പുറം. കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് നമുക്ക് ഈ കൊല്ലം ഭയങ്കര ഉഷ്ണമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് പുറത്ത് ജോലികൾക്ക് പോകാനും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങളെ അത്രയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഭയങ്കര ചൂടാണ്, ഭയങ്കര ഉറങ്ങാനൊന്നും മാത്രം പറ്റണില്ല. പുറത്തിറങ്ങാൻ തോന്നാറില്ല, കാരണം കൊണ്ട്. അതാണ് സത്യം. ചൂട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചൂട് വരുന്നത്. എൻ്റെ 56 വയസ്സിന് കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചൂട് ഞാൻ അനുഭവപ്പെടുന്നത് തന്നെ. ഇപ്പോൾ ചിലപ്പോൾ കറണ്ട് കട്ട് ഉണ്ടാവാറുണ്ട്, ആ സമയത്തൊന്നും കിടക്കാൻ പറ്റാറില്ല. എന്നാലും ഭയങ്കര ചൂട് തന്നെയാണ്. ചൂടിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന പെടാപ്പാടിലാണ് ജനങ്ങൾ. സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ക്യാമറ പേഴ്സൺ സിബി പോട്ടൂരിനൊപ്പം ആഗ്നസ് ആൻഡ്രൂസ്. കുരിച്ചിറ മാലിന്യ പ്ലാന്റിലെ ഈച്ച ശല്യം തടയാൻ അടിയന്തര നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കൌൺസിലർമാർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. കൌൺസിലർമാരായ സിന്ധു ആന്റോ ചാക്കോള, EV സുനിൽരാജ്, ലീല വർഗീസ്, നിമ്മി റപ്പായ്, ആൻസി ജേക്കബ് പുലിക്കോട്ടിൽ എന്നിവരാണ് പ്രതിഷേധിച്ചത്. കുരിച്ചിറ പ്രദേശത്ത് 1 വർഷമായി ഈച്ചശല്യം ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണെന്ന് കൌൺസിലർ സിന്ധു ആന്റോ ചാക്കോള കൌൺസിൽ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഈച്ചശല്യം തടയാൻ കോർപ്പറേഷൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും കൌൺസിലർമാരുടെ ഭാഗത്തുനിന്ന് താനുണ്ടാകുമെന്നും മേയർ യോഗത്തിൽ പറഞ്ഞു. അശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന കുരിച്ചിറ OWC പ്ലാന്റിന്റെ പ്രവർത്തനം സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന പ്ലാന്റിൽ മാലിന്യം ശേഖരിക്കുന്നതും സംസ്കരിക്കുന്നതും മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നും ആക്ഷേപമുണ്ട്. SSLC പരീക്ഷാ ഫലം മെയ് 8 പ്രഖ്യാപിക്കും. മെയ് 9 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിക്കും. ഉച്ചതിരിഞ്ഞ് 3-നാണ് 2 പരീക്ഷകളുടെയും ഫലപ്രഖ്യാപനം നടത്തുക. കഴിഞ്ഞ വർഷത്തേക്കാൾ 11 ദിവസം മുൻപാണ് ഇത്തവണ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നത്. 14 ദിവസം മുൻപാണ് പരീക്ഷാ മൂല്യനിർണ്ണയം പൂർത്തിയായത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ഭക്തിസാന്ദ്രമായി. ശീവേലിക്ക് പാറഞ്ഞൂർ നന്ദൻ തിടമ്പേറ്റി. 17 ഗജവീരന്മാർ ശീവേലി എഴുന്നള്ളിപ്പിൽ അണിനിരന്നു.
പെരുവനംകുട്ടൻ മാരാരുടെ നേതൃത്വത്തിലാണ് പഞ്ചാരിമേളം അരങ്ങേറിയത്. കനത്ത വേനൽ ചൂടിലും ആയിരങ്ങളാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് ഒഴുകിയെത്തിയത്. ക്ഷേത്ര ഗോപുരം വിട്ട് പുറത്തേക്കിറങ്ങിയ ഭഗവാനെ കിഴക്കേ ഗോപുരനടയിൽ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി വരവേറ്റു. ക്ഷേത്രത്തിലെ 4 പ്രദക്ഷിണത്തിന് ശേഷം കൊടിമര ചുവട്ടിൽ പാണിക്കുട്ടിയാണ് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളിയത്. കിഴക്കേ ഗോപുരദ്വാരത്തിലും ഗോപുരത്തിനോട് ചേർന്നുള്ള ആൽമരത്തിന്റെ തറയിലും ഹബിസ് തൂകി തന്ത്രിയും പരികർമ്മികളും ആൽത്തറയിലേക്ക് നടന്നു. തുടർന്നാണ് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളിയത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടിന് ചാലക്കുടി പുഴയിലെ കൂടപ്പുഴ കടവ് ഒരുങ്ങി. ബുധനാഴ്ച ഉച്ചയ്ക്കാണ് ആറാട്ട്. ദേവന്റെ നീരാട്ടിനും ഭക്തർക്ക് ആറാട്ട് മുങ്ങുന്നതിനും കടവിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ആഴത്തിൽ ചെളി നിറഞ്ഞു നിൽക്കുന്നതിനാൽ പതിവായി ഉപയോഗിക്കുന്ന കടവ് മാറ്റി സമീപത്തെ സ്ഥലത്ത് പ്രത്യേകം പന്തൽ തയ്യാറാക്കി ആറാട്ടിന് ശേഷം 10,000-ഓളം ആളുകൾക്ക് കഞ്ഞിയും പുഴുക്കും നൽകും. ഇതാദ്യമായി ആറാട്ടിനൊപ്പം ദേവസ്വം വകയായി പഞ്ചാരിമേളവും നടക്കും. കൂടപ്പുഴ NSS കരയോഗമാണ് കഞ്ഞി വിതരണം ചെയ്യുന്നത്. കാനാണിയിൽ നിന്നും കാണാതായ അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം പാലാഴിയിൽ കാക്കമാട് പ്രദേശത്ത് പുഴയിൽ കണ്ടെത്തി. മണലൂർ ആനക്കാട് സ്വദേശിനി കുന്നത്തുള്ളി വീട്ടിൽ 24 വയസ്സുള്ള കൃഷ്ണപ്രിയ, മകൾ 1.5 വയസ്സുള്ള പൂജിത എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെ ഭർതൃഗൃഹത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് യുവതി മകളെയും കൊണ്ട് വീട് വിട്ടിറങ്ങിയത്. വൈകുന്നേരമായിട്ടും വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് യുവതിയുടെ ഭർത്താവ് അന്തിക്കാട് കല്ലിടവഴ സ്വദേശി അഖിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെയോടെ പാലാഴിയിൽ കാക്കമാട് പ്രദേശത്ത് നടക്കാനിറങ്ങിയവരാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം കണ്ടത്. പുഴയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത്. ഇതിന് സമീപത്ത് ലഭിച്ച ബാഗിൽ നിന്ന് യുവതിയുടെ ID കാർഡ് പോലീസിന് ലഭിച്ചു. അമ്മയും കുഞ്ഞും കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:45 മുതൽ 3:30 വരെ ഏനാമാവ് നെഹ്റു പാർക്കിൽ ഉണ്ടായിരുന്നതായി DTPC ജീവനക്കാരി രഞ്ജിനി പോലീസിൽ അറിയിച്ചിരുന്നു. അന്തിക്കാട് SI പ്രവീണിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സ്റ്റേഷൻ ഓഫീസർ P വർഗീസിന്റെ നേതൃത്വത്തിൽ നാട്ടികയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം മൃതദേഹം പുറത്തെടുത്തു. കുട്ടനെല്ലൂർ ബൈപ്പാസ് റോഡിൽ ഔഷധിക്ക് സമീപം KSRTC ബസ്സിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കല്ലൂർ സ്വദേശി കോമാട്ട് വീട്ടിൽ 32 വയസ്സുള്ള അരുൺ ദാസ് ആണ് മരിച്ചത്. ബൈക്കിൽ കാറിടിച്ചതിനെ തുടർന്ന് റോഡിലേക്ക് തെറിച്ചു വീണ അരുൺദാസിന്റെ ദേഹത്തുകൂടി KSRTC ബസ് കയറിറങ്ങുകയായിരുന്നു. ഉടൻ തന്നെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സ്വർണ്ണാഭരണ നിർമ്മാണ തൊഴിലാളിയാണ് മരിച്ച അരുൺദാസ്. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മണ്ണുത്തിയിൽ അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന 12 കിലോ കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പുന്നയൂർക്കുളം കല്ലാറ്റിൽ ഷമീൽ ഷരീഫ് ചന്ദനാത്തിനെ അറസ്റ്റ് ചെയ്തു. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മേധാവി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അനിൽകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡും തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും NH പെട്രോളിംഗ് സംഘവും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ BL ഷിബുവിന്റെ നേതൃത്വത്തിൽ 3 ടീമുകളായി തിരിച്ചായിരുന്നു വാഹന പരിശോധന. ആന്ധ്രയിലെ കഞ്ചാവ് മൊത്ത വിതരണക്കാരിൽ നിന്നും കഞ്ചാവ് വാങ്ങി ആലുവിലേക്ക് കടത്തുന്നതിനിടയിലാണ് എക്സൈസ് പ്രതിയെ പിടികൂടിയത്. ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് ശേഖരിക്കുന്ന പ്രതി കഞ്ചാവ് ചെറിയ പൊതികളിലാക്കി ഒരു പൊതിക്ക് 650 രൂപ നിരക്കിലാണ് വിതരണം ചെയ്തിരുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർമാരായ ശങ്കർ പ്രസാദ്, സുദർശനകുമാർ, ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ TG മോഹനൻ, KM സജീവ് എന്നിവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ ബാർ അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഇന്റർ ബാർ അസോസിയേഷൻ 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന് തൃശൂരിൽ തുടക്കമായി. കേരളവർമ്മ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ വിവിധ ജില്ലകളിൽ നിന്നായി 16 ബാർ അസോസിയേഷൻ ടീമുകളാണ് പങ്കെടുക്കുന്നത്. സമാപന ദിനമായ മെയ് 5-ന് തൃശൂർ ചാവക്കാട് ബാർ അസോസിയേഷനുകളുടെ വനിതാ ടീമുകളും ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ടീമും തൃശൂർ ബാർ അസോസിയേഷന്റെ സീനിയർ ടീമും തമ്മിലുള്ള സൌഹൃദ മത്സരങ്ങളും അരങ്ങേറും. ഹൈക്കോടതി ജഡ്ജി A. മുഹമ്മദ് മുസ്താഖ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മുനിസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജ് PP സെയ്തലവി, തൃശൂർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺസൺ T. തോമസ്, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് PS ഈശ്വരൻ, ജോയിന്റ് കൺവീനർ അഡ്വക്കേറ്റ് ഷാജി J. കോടങ്കണ്ടത്ത് എന്നിവർ പങ്കെടുത്തു.
സൂര്യകാന്തി പാടം പൂവണിഞ്ഞു നിൽക്കുന്നത് 60-കാരനായ കൈലാൻ ചന്ദ്രന്റെ സ്വപ്നമായിരുന്നു. ഏറെക്കാലമായി കൊണ്ടുനടന്ന ആ മോഹം പൂവണിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് 40 വർഷമായി കൃഷി ചെയ്യുന്ന ചന്ദ്രന്റെ മുഖത്ത് തെളിയുന്നത്. വളരെ കുറച്ച് വെള്ളം മാത്രം ആവശ്യമുള്ളത് സൂര്യകാന്തി കൃഷിക്ക് അനുകൂലമാണ്. മറ്റു വിളകൾ കടുത്ത ചൂടിനെ അതിജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സൂര്യകാന്തി ചെടികൾ പൂവിട്ട് നിൽക്കുന്നു. 1/2 കിലോ സൂര്യകാന്തി വിത്ത് 5000 രൂപയ്ക്കാണ് വാങ്ങിയതെന്ന് ചന്ദ്രൻ പറഞ്ഞു. 3500 തൈ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ് എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ നല്ല റിസൾട്ടാണ് കാണുന്നത്. അടുത്ത പ്രാവശ്യം ഇതിലും ഇരട്ടി ചെയ്യാനുള്ളൊരു സംവിധാനത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് വിത്തായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 1 മാസമാവും വിളവെടുപ്പ് നടത്താനായിട്ട്. പൂവായി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാൽ വിളവെടുപ്പ് നടത്താം. അത് കഴിഞ്ഞ് ഉണക്കി പാക്ക് ചെയ്ത് വിത്ത് കൊടുക്കാനാണ് നമ്മളിത്. 2 മാസം വളർച്ചയെത്തിയപ്പോൾ പൂവിട്ടത് 1 മാസത്തിനുള്ളിൽ വിളവെടുക്കാം. മാള പഞ്ചായത്തിലെ കോൾക്കുന്നിലാണ് ചന്ദ്രൻ 70 സെന്റ് സ്ഥലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ 3500 തൈകൾ വളർത്തിയത്. പാട്ടത്തിനെടുത്ത 12 ഏക്കറിൽ വിവിധ കൃഷികൾ ചെയ്യുന്നതിൽ സൂര്യകാന്തിയാണ് ഇപ്പോൾ മികച്ചതായത്. കൂടാതെ മികച്ച വിളവും വിലയും കിട്ടിയത് ചൈനീസ് കാബേജിനും പൊട്ടുവെള്ളരിക്കുമാണ്. കൃഷിക്ക് കൂടുതൽ വെള്ളം ആവശ്യമില്ലാതെ മൾച്ചിങ് ഷീറ്റും തുള്ളിനനയുമാണ് ഉപയോഗിക്കുന്നത്. TCV മാള. പുതുക്കാട് വടക്കേത്തുറവിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ 1.5 പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ച കേസിൽ പ്രതി പിടിയിൽ. ആലപ്പുഴ സ്വദേശി അമ്പാടി വീട്ടിൽ പ്രദീപിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരി 13-നായിരുന്നു സംഭവം. പ്രതിയുടെ പേരിൽ കൊരട്ടി, ഒല്ലൂർ, വിയ്യൂർ, തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനുകളിൽ മാല മോഷണ കേസുകളും ബംഗളൂരുവിൽ പ്രതിക്കെതിരെ കള്ളനോട്ട് കേസുകളുമുണ്ട്. പുതുക്കാട് SHO സജീഷ് കുമാർ, SIമാരായ പ്രദീപ് കുമാർ, സുധീഷ്, CPO ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഡ്രാഗൺ ഫ്ളാഗ് എക്സസൈസിൽ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ് സ്വന്തമാക്കി 66-കാരനായ തൃശൂർ സ്വദേശി AS ജോസഫ്. 1, 2, 3, 4. ഡ്രാഗൺ ഫ്ളാഗ് എന്ന അഡ്വാൻസ്ഡ് എക്സസൈസിൽ ദേശീയതലത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരാൾ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കുന്നത്. ആദ്യ ഉദ്യമത്തിൽ തന്നെ 61 തവണ ചെയ്താണ് ഈ 66-കാരൻ ദേശീയ റെക്കോർഡ് നേട്ടം സ്വന്തം പേരിലാക്കിയത്. നിലവിൽ 67 തവണ ചെയ്ത ആളുടെ പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡുണ്ട്. ഹോട്ടൽ ഉടമ കൂടിയായ ജോസഫ് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ജേതാവും കളരി അഭ്യാസിയുമാണ്. അടുത്തതായി ഗിന്നസ് ലോക റെക്കോർഡ് ഉദ്യമത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ജോസഫ്. തൃശൂർ കിഴക്കേക്കോട്ടയിൽ നടന്ന ഉദ്യമത്തിൽ GST ജോയിന്റ് കമ്മീഷണർ PA അഭിലാഷ്, ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു P ജോസഫ് എന്നിവർ സന്നിഹിതരായി. റെക്കോർഡ് നേട്ടത്തിന് പിന്നാലെ ശരീരത്തിൽ വെച്ച വലിയ പാറക്കല്ല് കൂടം കൊണ്ട് അടിച്ചു പൊട്ടിച്ചും നഞ്ചക്ക് ഉറുമി പ്രകടനവും നടത്തി ജോസഫ് കാണികളുടെ കയ്യടി നേടി. വിവിധ സംഘടനകളും വ്യക്തികളും അദ്ദേഹത്തെ അഭിനന്ദിച്ചും ആദരിച്ചും രംഗത്തെത്തി. TCV തൃശൂർ. ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് DMO. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായും ജില്ലാ ആരോഗ്യ വിഭാഗം അറിയിച്ചു. നിലവിൽ 5 ഡെങ്കിപ്പനി മരണങ്ങളാണ് ജില്ലയിൽ സ്ഥിരീകരിച്ചത്. 508 പേർ രോഗബാധിതരായ വിവിധയിടങ്ങളിൽ ചികിത്സയിലാണ്. പരിസര ശുചീകരണം ഉറപ്പുവരുത്താൻ പൊതുജനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ലാത്തപക്ഷം പിഴ അടക്കമുള്ള കർശന നിയമ നടപടികൾ സ്വീകരിക്കും. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ പ്രത്യേക പരിശോധനകൾ നടത്തുമെന്നും DMO അറിയിച്ചു. പെരുമ്പിലാവ് ചന്തയിൽ പോത്തിന്റെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. പോത്തിനെ വിൽപ്പനയ്ക്കും വാങ്ങാനുമായി എത്തിയവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാട്ടകാമ്പാൽ സ്വദേശി ഷെഫ്ജീർ പോപ്പു, കീക്കര സ്വദേശി റഷീദ് തുടങ്ങിയവർ ചേർന്നാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പോത്തിനെ തളച്ചത്. സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്നതിനിടെ പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് സ്വദേശിനിയായ 5 വയസ്സുകാരി മുങ്ങി മരിച്ചു. പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് അയ്യൻകുളങ്ങര വീട്ടിൽ ഷെബിൽ ലിജി ദമ്പതികളുടെ മകൾ ജെനിഫറാണ് മരിച്ചത്. താൽക്കാലികമായി താമസിച്ചിരുന്ന ആലുവയിലെ ഫ്ളാറ്റിലുള്ള സ്വിമ്മിംഗ് പൂളിൽ മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കുന്നതിനിടയിലാണ് അപകടം. കരിമത്രയിൽ കിണറ്റിൽ വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. കരിമത്ര കാപ്പിയിൽ ആഞ്ഞിലിക്കടവത്ത് അഷ്റഫ് മകൻ അൻവർ ഷബാസാണ് കിണറ്റിൽ വീണത്. കിണർ വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളികൾക്ക് ശ്വാസതടസ്സമുണ്ടാകാതിരിക്കാനായി ടേബിൾ ഫാൻ കെട്ടിയിറക്കുന്നതിനിടെ കാൽതെറ്റി വീഴുകയായിരുന്നു. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തിയാണ് അൻവറിനെ പുറത്തെടുത്തത്. തലയ്ക്ക് പരിക്കേറ്റ അൻവറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ബാങ്കിന്റെ ജപ്തി നടപടിയെ തുടർന്ന് ഓട്ടിസം ബാധിച്ച മക്കളെയും രോഗിയായ ഭാര്യയെയും കൊണ്ട് വീട് വിട്ടിറങ്ങാൻ ദിവസങ്ങൾ എണ്ണി കാത്തിരുന്ന കടങ്ങോട് പഞ്ചായത്തിലെ എയ്യാൽ മണ്ണഴി മുരളിക്ക് TCV വാർത്ത തുണയായി. മുരളിയെയും കുടുംബത്തെയും സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയ എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മയ്ക്ക് ഫണ്ട് ശേഖരിക്കാൻ TCV വാർത്ത വലിയ സഹായമായി മാറുകയായിരുന്നു. ബാങ്കിലെ വായ്പാ തുക തിരിച്ചടച്ച് ജപ്തി നടപടികൾ ഒഴിവാക്കി വീടിന്റെ ആധാരം തിരിച്ചെടുത്ത് എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മ മുരളിക്കും കുടുംബത്തിനും കൈമാറി. ഫണ്ട് സമാഹരിക്കാൻ TCV വാർത്ത വലിയ സഹായമായി മാറിയെന്ന് ഗ്രാമസഭാ അഡ്മിൻമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മക്കളുടെ ചികിത്സയ്ക്കും അതുപോലെ തന്നെ വീടിന്റെ പണിക്കും വേണ്ടിയിട്ടാണ് കുന്നംകുളം കാർഷിക വികസന ബാങ്കിൽ നിന്നും അദ്ദേഹം ലോൺ എടുത്തത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ചികിത്സയുടെ ഭാഗമായിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നതിന്റെ അവസ്ഥയിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ജോലിക്ക് പോകാനും അതുപോലെ തന്നെ അത് അടയ്ക്കാനും വേണ്ടി സാധിച്ചില്ല. ജപ്തി നോട്ടീസ് കിട്ടുന്ന സാഹചര്യത്തിലാണ് നമ്മളെ അറിയിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് TCV നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ആ റിപ്പോർട്ട് വരികയും അത് ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്തു. കൂടാതെ നിരവധിയായിട്ടുള്ള ആളുകൾ നമുക്ക് അതിന് സഹായമായിട്ട് മുന്നോട്ട് വന്നു. അപ്പൊ അതും കൂടി ചേർത്താണ് നമുക്ക് ഈ ഇത്രയും വലിയ 7,13,690 രൂപ എന്നുള്ള വലിയൊരു തുക നമുക്ക് സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. കൂലിപ്പണിക്കാരനാണ് എയ്യാൽ മണ്ണടി വീട്ടിൽ മുരളി. മക്കളായ 22 വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ, 18 വയസ്സുള്ള ജയസൂര്യ എന്നിവർ ജനിച്ചതു മുതൽ ഓട്ടിസം എന്ന അസുഖം ബാധിച്ചവരാണ്. ഭാര്യ സുമയും അസുഖബാധിതയാണ്. ആകെയുള്ള 5 സെന്റ് സ്ഥലത്ത് കയറിക്കിടക്കാൻ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി 10 വർഷം മുൻപ് സഹകരണ ബാങ്കിൽ നിന്ന് 3.5 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. ഇതിനുശേഷവും മക്കളുടെ ചികിത്സയ്ക്കും പ്രത്യേക പഠനത്തിനുമായി വായ്പ പുതുക്കിയെടുത്തു. പിന്നീട് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. പലിശയും പിഴപ്പലിശയുമടക്കം വായ്പ 9 ലക്ഷമായി മാറി. തുടർന്ന് ബാങ്ക് ജപ്തി നടപടികൾക്ക് നോട്ടീസ് നൽകുകയായിരുന്നു. ഇവരുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മ സഹായിക്കുവാൻ മുന്നിട്ടിറങ്ങി. റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടിയെ ഇവർ വിവരമറിയിക്കുകയും TCV വാർത്തയെ തുടർന്ന് നിരവധി പേർ ഈ നിർധന കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു. ഇതോടൊപ്പം എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാടൊന്നിച്ച് കൈകോർത്തപ്പോൾ വായ്പ തിരിച്ചടയ്ക്കാനുള്ള ഫണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞു. ബാങ്ക് അധികൃതരുമായി ചർച്ച ചെയ്ത് പിഴപ്പലിശ ഒഴിവാക്കി 7,13,690 രൂപ നൽകി ആധാരം തിരിച്ചെടുത്തു. തുടർന്ന് എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മ അഡ്മിൻമാർ മുരളിക്കും കുടുംബത്തിനും വീടിന്റെ ആധാരം കൈമാറി. TCV എരുമപ്പെട്ടി. ചന്ദ്രാപിന്നി സ്വദേശിയെ കാപ്പ ചുമത്തി നാട് കടത്തി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡിയും 18ഓളം കേസുകളിലെ പ്രതിയുമായ ചന്ദ്രാപിന്നി കണ്ണനാകുളം സ്വദേശി ഏറാക്കൽ സൂരജ് എന്ന അനുവിനെതിരെയാണ് തൃശൂർ റേഞ്ച് DIG അജിത ബീഗം കാപ്പ ആക്ട് പ്രകാരം 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിയത്. കയ്പമംഗലം ഇൻസ്പെക്ടർ M ഷാജഹാന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെയും കൊടുങ്ങല്ലൂർ DYSP സന്തോഷ് കുമാറിന്റെ ശുപാർശയുടെയും അടിസ്ഥാനത്തിലാണ് നടപടി. കയ്പമംഗലത്ത് പോസ്റ്റ് ഓഫീസിലെ ത്രാസുകൾ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ദേശീയപാതയോരത്ത് കയ്പമംഗലം പനമ്പിക്കുന്നിലെ പഴയ പോസ്റ്റ് ഓഫീസിന് സമീപമാണ് തപാലുകളുടെ തൂക്കം നോക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള 2 ത്രാസുകൾ കണ്ടെത്തിയത്. പഴയ ഓഫീസിൽ നിന്നും ആരെങ്കിലും മോഷ്ടിച്ച ശേഷം റോഡരികിൽ ഉപേക്ഷിച്ചതാകാമെന്ന് സംശയിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ നിന്നും ഇരുമ്പ് ഷീറ്റുകൾ കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബാങ്കിൽ തിരിച്ചടയ്ക്കാൻ കൊണ്ടുവന്ന CPMന്റെ 1 കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തു. ബാങ്ക് ഓഫ് ഇന്ത്യ തൃശൂർ MG റോഡ് ശാഖയിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന തുകയാണ് പിടിച്ചെടുത്തത്. ആദായ നികുതി വകുപ്പ് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ മൊഴിയെടുത്തു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവം. പോലീസിനെതിരെ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം. ദേവസ്വങ്ങൾക്കെതിരെ CPM കൌൺസിലർ നടത്തിയ പരാമർശം ബഹളത്തിനിടയാക്കി. കൊടും ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നതിനാൽ ജില്ലയിൽ യെല്ലോ അലർട്ട്. അന്തിക്കാട് ബൈക്ക് യാത്രികന് സൂര്യതാപമേറ്റു. കുരിയച്ചിറ മേഖലയിലെ ഈച്ചശല്യം. കോർപ്പറേഷൻ കൌൺസിലർമാർ കുത്തിയിരിപ്പ് സമരം നടത്തി. ഈച്ചശല്യം തടയാൻ അടിയന്തര നടപടിയെടുക്കുമെന്ന് മേയർ. SSLC പരീക്ഷാഫലം മെയ് 8-നും ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 9-നും പ്രഖ്യാപിക്കും. SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ 11 ദിവസം മുൻപ്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ഭക്തിസാന്ദ്രം. ക്ഷേത്രഗോപുരം വിട്ട് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി. ആറാട്ടിന് ചാലക്കുടി പുഴയിലെ കൂടപ്പുഴ കടവ് ഒരുങ്ങി. കാനാണിയിൽ നിന്നും കാണാതായ യുവതിയെയും 1.5 വയസ്സുകാരിയെയും മകളെയും കനോലി കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്തിക്കാട് കല്ലിടവഴി സ്വദേശി കൃഷ്ണപ്രിയ, മകൾ പൂജിത എന്നിവരാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.